എ കിങ് ലെസ് ദാൻ എ ഗോഡ്. രാജാവിനേക്കാൾ വലിയവനും ദൈവത്തേക്കാൾ ചെറിയവനുമായവൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തമ്പുരാന് മുകളിലുള്ള ഒരാൾ. അതെ, പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എമ്പുരാൻ. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മാസ് എൻട്രിക്കായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഇപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. പൃഥ്വിരാജിനും മോഹൻലാലിനുമൊപ്പം ഒരു കൊറിയൻ ആക്ഷൻ സ്റ്റാർ കൂടി എമ്പുരാനിൽ എത്തുന്നുണ്ട് എന്നാണ് ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരിക്കുന്നത്. മറ്റാരുമല്ല, മാ ഡോങ് സിയോക്. ഡോൺലി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. മലയാളി പ്രേക്ഷകർക്ക് ഈ ഒരൊറ്റ പേരിലാണ് ഈ നടനെ അറിയുക. കൊറിയൻ ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരമാണ് മാ ഡോങ് സിയോക്. സഹനടനായി സിനിമയിലേക്ക് വന്ന് ആക്ഷൻ റോളുകളിലൂടെ സ്വന്തമായി ഫാൻ ബേസ് മാ ഡോങ് സിയോക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മലയാളികൾ സ്നേഹപൂർവ്വം കൊറിയക്കാരുടെ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മാസ് ഐറ്റം. നടന്റെ മാസ് ഹീറോ കഥാപാത്രങ്ങളുടെ ലുക്കും ശരീരഭാഷയും മുൻനിർത്തിയാണ് മോഹൻലാലുമായി ലീയെ താരതമ്യം ചെയ്തിരിക്കുന്നത്. 2005 പുറത്തിറങ്ങിയ ഹെവൻ സോൾജിയേഴ്സ് എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഡോൺലി ദി നെയിംലെസ് ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ സൈഡ് റോളിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. ശേഷം നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ഡോൺലിയിലെ യഥാർത്ഥ നടനെ പ്രേക്ഷകർ തിരിച്ചറിയുന്നത് ട്രെയിൻ ടു ബുസാൻ എന്ന സിനിമയിലൂടെയാണ്. സാങ്ഹോ എന്ന മാസ് കഥാപാത്രത്തിലൂടെ ഇന്റർനാഷണൽ പബ്ലിസിറ്റി കരസ്ഥമാക്കാൻ ഈ നടന് സാധിച്ചിരുന്നു. മലയാളി പ്രേക്ഷകർക്ക് ഡോൺലി സുപരിചിതനായതും ഈ വേഷത്തിലൂടെ തന്നെയാണ്. സത്യത്തിൽ അന്നു മുതൽക്ക് കൂടിയാണ് കൊറിയക്കാരുടെ ലാലേട്ടൻ എന്ന വിശേഷണം നടന് ലഭിച്ചത്. കൊറിയൻ സിനിമകളിൽ ഗാങ്സ്റ്റർ വേഷമുണ്ടെങ്കിൽ ഡോൺലി മതി എന്ന രീതിയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് ആ നടന്റെ കരിയർ. ഈ പറഞ്ഞ ആക്ഷൻ ഹീറോയും ലാലേട്ടനും ഒരുമിച്ചൊരു ഫ്രെയിമിലെത്തിയാൽ ബാക്കി പറയാനുണ്ടോ? ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആക്ഷൻ രംഗങ്ങൾക്ക് തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചിരുന്നത്. മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് ഓപ്പൺ ജീപ്പിലെത്തുന്ന മോഹൻലാലിന്റെ വരവും സ്റ്റണ്ട് സീനുകളും ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചമുണ്ടാക്കുന്നവയാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ഡോൺലിയും ലാലേട്ടനും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും മറ്റും പ്രചരിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ അപ്കമിംഗ് ഫിലിമോഗ്രാഫിയിൽ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് വമ്പൻ ഹിറ്റായി മാറിയ ലൂസിഫറിന്റെ 2ാം ഭാഗം എന്താണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തും. ലൂസിഫറിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ചിത്രത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും മലയാളത്തിലെ താരരാജാവും കൊറിയക്കാരുടെ ആക്ഷൻ ഹീറോയും നേർക്കുനേറെത്തിയാൽ അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.